ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് വർക്കുള്ള ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റു. ഇന്ന് മാത്രമല്ല, ഞായറാഴ്ച ഒഴുകി ബാക്കി എല്ലാ ദിവസവും നേരത്തെ തന്നെ എഴുന്നേക്കാറുണ്ട്. ഇന്ന് ഞാൻ ചപ്പാത്തിയും മുട്ട വെച്ചുള്ള കറിയും ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. കാരണം ദായുവിനും ചപ്പാത്തി തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ചോറ് കൊണ്ടുപോകുന്നതിനേക്കാൾ അവൾക്കിഷ്ടം ചപ്പാത്തിയോ എന്തെങ്കിലും കാപ്പിയോ ഒക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഞാനും അത് തന്നെ അങ്ങ് ആക്കി. അങ്ങനെ ചോറ് വയ്ക്കാൻ നിന്നില്ല, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. പിന്നെ മുട്ട വെച്ച് ശക്ഷുകയും ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ. ചപ്പാത്തി രാവിലെ ഉണ്ടാക്കാൻ വലിയ പാടുള്ള പണിയെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ എളുപ്പമാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ. ചപ്പാത്തിയും കറിയൊക്കെ റെഡിയാക്കി വെച്ചു, ടിഫിൻ ബോക്സിലൊക്കെ ആക്കി വെച്ചു. എട്ട് മണി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ക്രൂഷ്യൽ ടൈമാണ് കേട്ടോ. എല്ലാം ചടപടയെന്നായിരിക്കും. തൂത്തുവാരി എല്ലാ ദിവസവും തൂത്തുവാരുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊടി കാണും. പിന്നെ അതൊക്കെ തൂത്തുവാരി കുളിച്ചൊക്കെ റെഡിയായി വന്നു. ചില ദിവസങ്ങളിൽ യൂണിഫോം വീട്ടിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോകും, അതാണ് എളുപ്പം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ടൈം കളയണ്ടല്ലോ. പിന്നെ ഞാൻ ഫേസിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. പിന്നെ ചെറുതായിട്ട് ഐലൈനറൊക്കെ എഴുതി ഞാനും റെഡിയായി, ദായുവിനെ റെഡിയാക്കി. തലമുടിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കോതി വെക്കേ ഉള്ളൂ കേട്ടോ. അവിടെ ചെന്നിട്ടാണ് കെട്ടുന്നത്. ഞാൻ പോകുന്ന വഴി ദായുനെ സ്കൂളിൽ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തലമുടിയൊക്കെ ഒരു പരുവാവും. അതുകൊണ്ട് അവിടെ ചെന്നാണ് പിന്നെ തലമുടിയൊക്കെ കെട്ടുന്നത്. അങ്ങനെ അവിടെ എത്തി ഞാൻ തലമുടിയൊക്കെ കെട്ടി റെഡിയായി ഡ്യൂട്ടിയിലോട്ട് കയറി. ഇതെല്ലാം രാവിലെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കലാപരിപാടികളാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പലരും പലതായിട്ട് അങ്ങ് പിരിഞ്ഞോളും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ചായ ഉണ്ട്, അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചു. ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴിക്ക് ഞാൻ ദായുവിനെ പിക്ക് ചെയ്താണ് വരുന്നത്. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നു. എല്ലാ ദിവസവും ഇറങ്ങാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല പെരും മഴയാണ്. മഴയെടുത്ത് കോട്ടൊക്കെ ഇട്ടാണ് നേരെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന ഉടനെ പിന്നെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ തുണി വിരിക്കാനുണ്ടായിരുന്നു. രാവിലെ നനച്ച് വെച്ചിട്ട് പോയതാണ്. രാവിലെ വിരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് വൈകിട്ട് വന്ന ഉടനെ തന്നെ ആ തുണി അങ്ങ് വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ദായുനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അവൾക്ക് പല്ല് കുറച്ച് ദിവസം കൊണ്ട് ആട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല, വേദന കാരണം. അങ്ങനെ പിന്നെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് തട്ടി ഇളക്കാമെന്ന് വിചാരിച്ചു. പല്ല് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ ഇളകി പോകും. എന്നാലും ഇവളുടെ കരച്ചിലും ബഹളവും കണ്ടിട്ട് പിന്നെ കൊണ്ടുപോയി ഇളക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ പല്ലൊക്കെ ഇളക്കി കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പല്ല് ഇളക്കിയപ്പോഴത്തേക്കാണ് അവൾക്കൊരാശ്വാസമായത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ആർഭാടമായിട്ടൊന്നും ഉണ്ടാക്കാനും നിന്നില്ല. കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി ശർക്കരയൊക്കെ അരിഞ്ഞ് അവൽ നനച്ചങ്ങ് വെച്ച് ഞാനും കഴിച്ചു, അവളും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ദ ബൈ.